ഹായ് ചെങ്ങന്മാരെല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുള്ളത് കർണാടകത്തിൽ ടുമാക്കൂർ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. നമ്മൾ മൈസൂരിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി തൊപ്പിയൊക്കെ ഇട്ട് നടക്കുകയാണ് ഇപ്പോൾ തണുപ്പ്. ഇന്നലെ നമ്മൾ നിന്ന ഈ പമ്പെന്ന് ഇവരുടെ പാർക്കിംഗ് ആണെന്ന് പറഞ്ഞ സ്ഥലം അത്. പക്ഷേ അത്ര എന്താ പറയുക സുഖകരമല്ല ഈ ഒരു പാർക്കിങ് അല്ലേ. പുല്ല് കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ ഇന്നലെ ഇവിടെ ഒരു ലോറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലോറിനെ കണ്ടപ്പോൾ ഞാൻ കരുതി ഇവിടെ തന്നെ സാധാരണ എല്ലാവരും നിർത്തല്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ പോകുന്നത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ കുറച്ച് നായ്ക്കളുടെ പ്രശ്നം ഉണ്ടായിരുന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ പോകുന്നത് മൈസൂരിലേക്കാണ്. മൈസൂരിലേക്ക് 147 കിലോമീറ്ററാണ്. അപ്പോൾ ഹെൽത്തും തന്നെ എന്താ പറയുക ചുമയൊക്കെ കൂടി 147 കിലോമീറ്ററാണ് മൈസൂരിലേക്കുള്ളത്. അപ്പോൾ മൈസൂരിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ടുമാക്കൂർ നമ്മുടെ ആ റൂട്ടിൽ തന്നെ നമ്മളുള്ളത്. പിന്നെ നമ്മൾ ഇപ്പോൾ നാട്ടിലേക്ക് തിരിക്കുകയാണല്ലോ, വീട്ടിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊന്നും എത്തൂല നമ്മളുടെ ഈ യാത്ര എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇപ്പം തന്നെ 10 ദിവസമായി ജയ്പൂരിൽ തിരിച്ചിട്ട് ഇപ്പോഴും എത്തിയില്ല. ഇനിയും 2 ദിവസത്തെ റണ്ണിങ് ഇനിയുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾക്ക് ഇതിൻ്റെ ഇടയിൽ ഇനി ഒരു സ്ഥലം കൂടി എടുത്തു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലം കൂടി ഞങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ ദിവസം കൂടും. ഈ പ്രതീക്ഷിച്ച ഇപ്പം ഈ ഞങ്ങൾ വെച്ചിട്ടുള്ള ദിവസത്തിനേക്കാളും ദിവസങ്ങൾ കൂടും. നാട്ടിൽ പെട്ടെന്ന് എത്തിയാൽ അടുത്ത യാത്രക്കുള്ള തട്ടിക്കൂട്ടൽ പരിപാടി ചെയ്യണമെങ്കിൽ നാട്ടിലേക്ക് നേരത്തെ എത്തണം. അത് വണ്ടീൻ്റെ കാര്യത്തിലായാലും ഞങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ ഒരു തീരുമാനത്തിലെത്താൻ വേണ്ടിയിട്ടാണ്. ഏതായാലും അങ്ങനെ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കണ്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കാൻ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പോയേക്കളെ. അതായത് നമുക്ക് മാണ്ഡ്യക്കാണ് എത്തണ്ട. മാണ്ഡ്യങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല. ഈ ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിലേക്കാണ് നമ്മൾക്ക് എത്തേണ്ടത്. നമ്മൾ സർവീസ് റോഡ് പോകാൻ പറ്റുള്ളൂ, എക്സ്പ്രസ് വേയിലേക്ക്. പിന്നെ വെള്ളം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. വെള്ളം കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്യാൻ യാതൊരു നിർവാഹമല്ല. ഇവിടെ 9 മണിയായി സമയം. വെള്ളം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ റോട്ടിന് ഇറങ്ങിയിട്ട് നല്ല റോഡാട്ടോ. ഇപ്പൊ പുതിയ ടാറിങ് കഴിഞ്ഞാൽ നല്ല റോഡാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇപ്പം എങ്ങനെ ബുക്ക് ചെയ്യും? രാവിലെ ചായ ഒന്നും കുടിച്ചില്ലേ. തീരെ വെള്ളം കിട്ടില്ല എന്നാണെങ്കിൽ രാവിലത്തെ ചായ അവിടെ പുറത്ത് നടക്കേണ്ടി വരും. അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അതായത് ഇത് വാങ്ങിയപ്പോഴേ ഒരു 5ൻ്റെ കോയിനും വാങ്ങി ഞങ്ങൾ അവിടുന്ന്. അപ്പോൾ ഇവിടെ കോയിൻ ബൂത്താണ് വെള്ളം എടുക്കാൻ. അപ്പോൾ നമുക്ക് 20 ലിറ്റർ വെള്ളം അവിടെ നിന്ന് കിട്ടുമെന്നാണ് ആ ഏട്ടൻ പറഞ്ഞത്. നമുക്ക് വണ്ടി തിരിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി അവിടേക്ക് പോകണം. അവിടെ പോയിട്ട് വെള്ളം എടുത്തിട്ട് പോവാം അല്ലേ. അതെ. അങ്ങനെയെങ്കിൽ വാട്ടർ ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഈ 5 രൂപ ഇതിലെല്ലാം 5 എടുക്കൂല കേട്ടോ. ആദ്യം റെഡി ആയിക്കോ, അപ്പോൾ ഒരു സെറ്റപ്പ് ആയിക്കോ. കാരണം എന്താ വെച്ചാൽ ഇതിലിട്ട് കഴിഞ്ഞാൽ ഉടനെ വെള്ളം വരും. ഇതിൽ 20 ലിറ്റർ വെള്ളമാണെന്ന് തോന്നുന്നു കിട്ടുക കേട്ടോ. 5 റുപ്പീസ് സ്മാൾ കോയിൻ. അത് ചെറിയ കോയിൻ എടുക്കുള്ളൂ, വലുതെടുക്കില്ല. ഓക്കെ അല്ലേ? കറക്റ്റ് വെച്ചോട്ടാ. അതപ്പം നീക്കിയാലും മതി. ഇങ്ങനെ ഇട്ടെടുക്കാൻ. നല്ല ഫിൽട്ടർ വാട്ടറാണ്. ഇവിടുത്തെ ആളുകളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അല്ലടാ ഇപ്പം ആ ചേച്ചി കൊണ്ടുപോകണ്ടില്ലേ ഈ അതെന്നെ പറഞ്ഞു. ഈ വെള്ളമാണ് അവിടെ കൊണ്ടുപോവുക. ഇത് ഏതായാലും നല്ലൊരു പരിപാടിയാണ്. ഇത് ഇവിടെ ഇത് സംഭവം അറിയോ? സംഭവം 20 അല്ലല്ലോ, 26 ലിറ്റർ ഇട്ടുണ്ടോ? 26 എഴുതിയുണ്ട് അവിടെ അല്ലേ. 20-നേക്കാൾ കൂടുതലുണ്ട്. ചാറിനൊക്കെ ചാടിക്കോട്ടെ. നമുക്കിനി വെള്ളം കിട്ടാനില്ല. ടാസ്കോ ആയിക്കണേ. നമുക്ക് പൂട്ടി വെക്കുക, കയറ്റാ പോവാ. ഇതൊക്കെ നമ്മുടെ കേരളത്തിനോട് സാമ്യമുള്ള സ്ഥലങ്ങളാണ്. കഴുങ്ങും തെങ്ങും. പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ നല്ല രസമാണ്. ഇത് തന്നെ ഒരു ചെറിയ ടൗണുകളും പിന്നെ കുറച്ച് വീടുകളൊക്കെ ഉള്ളൊരു അതിലൂടെ പോകുന്ന റോഡാണിത്. ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷിയായിട്ടുള്ളത് നാളികേരം കഴുകുമാണ്. നമ്മൾക്കിപ്പോൾ കുക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടാത്തതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം. അപ്പോൾ സമയം ഇപ്പോൾ 10 മണിയായ സ്ഥിതിക്ക് ഇനി ഇവിടെ സ്ഥലം തപ്പി നടന്നിട്ട് കാര്യമില്ല. ഇവിടെ ഇങ്ങനെയാണ്. അതായത് കുറേ പാടം, പിന്നെ ചെറിയ ഇതുപോലത്തെ ടൗണുകൾ, വീടുകൾ അല്ലേ.
അപ്പോൾ അതുകൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലമല്ല. ഒക്കെ കുണ്ടാണ്. അപ്പം എന്താ വെച്ചാൽ ഇവിടെ ഒരു കടയുണ്ട്. അവിടെ നിന്ന് ബോരി ഇല്ല അല്ലേ? അതാണ്, അവിടെയാണ് ആ കട ഉള്ളത്. അവിടെ ബോരി ഇങ്ങനെ കണ്ടു. അപ്പോൾ അതുകൊണ്ട് അവിടെ പോവാണ്. അവിടെ നിന്ന് ബോരിയും ചായയും കുടിച്ചിട്ട് നമുക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമുക്ക് കുക്ക് ചെയ്യാം. ശരിക്കും ബ്രെഡൊക്കെ വാങ്ങിയത് ബ്രെഡ് കൂട്ടി ചായ കുടിക്കാന്നൊക്കെ കരുതിയിട്ടോ. പക്ഷേ എങ്കിൽ സാധിക്കണ്ടേ? ഇത് നേരം വരെ ഒരു ഗ്ലാസ് ചായ കൂടി കുടിച്ചില്ല. ഇതാണ് കട. ഒരു ചെറിയൊരു കടയാണ്. ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ തന്നെ ഇതേപോലെ ഇരുന്നിട്ടുണ്ട്. ഏതായാലും ഉച്ചയ്ക്കുള്ളത് എന്തായാലും നമുക്ക് കുക്ക് ചെയ്യൽ നിർബന്ധം. കാരണം ഫുൾ ടൈം പുറത്തുനിന്ന് കഴിച്ചാൽ ശരിയാവില്ല. വീഡിയോ പോരല്ലേ? ചട്നി സാർ അതൊക്കെ ചായ എടുക്കാം. അല്ലേ? ടീ ഇല്ല. ചായ ഇവിടെ കിട്ടൂല. ചായ പോലെ തിന്നൂരത്. അല്ലെങ്കിൽ ചായ മാത്രം കുടിക്കുക. അല്ലെങ്കിൽ ഇത് നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ ചായ കടിയുള്ള പരിപാടി കണ്ടിട്ട് ഒരു അന്തം വിട്ട് നോക്കിയില്ല. അതായത് 4 പൂരി 4 ബജ്ജി 80 റുപ്യ. അല്ലാത്തായി അല്ല, അതൊക്കെ ബജ്ജിക്കും ചിലപ്പോൾ 10 റുപ്യ തന്നെ ആയിക്കാരം. അപ്പോൾ വേണമെങ്കിൽ എടുത്താൽ മതി ഇനി അല്ലേ? ഏതായാലും ചേച്ചി ഇട്ടാന്നോണ്ട് പിന്നെ ചേച്ചി ആയതുകൊണ്ട് കുക്ക് അതായത് ഇങ്ങനെ ഒരു ഒഴിഞ്ഞൊരു ഗ്രൗണ്ട് കിട്ടിയിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ കുക്കിംഗ് ആരംഭിക്കുവാണ്. ഇന്ന് കുക്കിംഗ് കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ് ഏറെക്കുറെ ആളുകൾക്കൊക്കെ ഒരു ചടപ്പ് തുടങ്ങിയിട്ട് കുക്കിങ്. നമ്മൾ കാര്യമായിട്ടൊന്നും കുക്ക് ചെയ്യണമല്ലോ. ഉള്ളിയും തക്കാളിയും മാത്രമല്ലേ, പിന്നെ ചോറും. പിന്നെ ഉണ്ടാക്കുന്നത് ചോറ്, മുട്ടയുണ്ട്, മുട്ടയും കഴിക്കും, എന്തെങ്കിലുമൊക്കെ ഒരു കറി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി കുക്കിങ് ചെയ്തിട്ട് നമുക്കിവിടെ നിന്ന് ഇറങ്ങാം. അതെന്താ ഇതെങ്ങനെ ഇങ്ങനെ ആയപ്പോ? ഇത് പൂത്താകെ നനഞ്ഞ ചാക്കി തണുത്തിട്ടാണാവോ എന്നറിയില്ല. ഏട്ടാ ഇതൊക്കെ അരിയാണല്ലോ. ഇതൊക്കെ പൂത്തില്ലേ അമ്മേ. വണ്ടിയിൽ ഇതാ ചെടി മുളച്ചിരിക്കണ എന്തൊക്കെയാണ് എടാ. അരിയാണ് കിടക്കുന്നത്. അതിൽ ഇഞ്ഞും ഉണ്ട് അങ്ങനെ നോക്കിട്ടോ. നമ്മളെ അരി നമ്മളിപ്പോൾ വെക്കാടക്കണ്ടൊക്കെ ഇതിൻ്റെ അടിഭാഗത്തായിക്കാരല്ലേ. ഇത് പൂത്തതാണത്. നനവുകൊണ്ട്, നനവല്ല തണുപ്പ് അല്ലേ? നാട്ടിഞ്ഞുണ്ടോ? ചേട്ടാ അരി ഫുള്ള് പോയോ? നമുക്ക് ഒന്ന് തട്ടേണ്ടി വരുമോ? നോട്ടെ. ആ മൂലയിലാണല്ലേ? ആ മൂലയിൽ അടിഞ്ഞു കൂടിയിട്ടുള്ളതാണത്. അത് നനവ് ഉണ്ടായിട്ട് തട്ടിയിട്ടാണ് ആ സംഭവം അങ്ങനെ ആവണം. അതിന് അടുത്ത പ്രാവശ്യത്തേക്കൊക്കെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വലിയൊരു പാത്രം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കണം. ശ്രദ്ധിക്ക് ഉണ്ടെങ്കിൽ. ഇതിന് പറ്റൂലേ? ഇതിൽ കുറേ ഉണ്ടേ. ഞാൻ ചെറിയ കഷ്ണം ചോദിച്ചിട്ടുണ്ട്. ചെറുതല്ല, ചെരിഞ്ഞു നോക്കാം. അരി ഫുള്ള് പോയിട്ടോ. കളയണ്ട അല്ലേ? കോഴിക്ക് കൊടുക്കാം. വീട്ടില് കുറച്ച് മിക്സായി. അല്ല അതില് കുറച്ചില്ലേ മുട്ട ഇട്ടത്? നാളെ കേൾക്കണ്ടാവില്ലേ? നാളേക്ക് ഉണ്ടാവില്ലേ? അതുണ്ടാവൂലേ? പിന്നെന്താ ഉണ്ടാവും അല്ലേ? ഇപ്പൊ എന്താ വെച്ചാൽ ഒക്കെ മിക്സായി. എന്തും ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ഈ ചാക്കിന് ഓട്ടണ്ടോ? ഇവിടെ ചെറിയൊരു ഓട്ടണ്ടാ. ഉണ്ടോ? തണുപ്പ് കയറിയതുകൊണ്ട് അല്ലെങ്കിൽ തണുപ്പ് കയറിയല്ലേ? തണുപ്പ് കയറിയിട്ടേ പൂത്താണ്. ഇതേ ഇനിയിപ്പോ ഇത് ഉപയോഗിക്കണ്ട. എന്താന്ന് വെച്ചാല് വീട്ടിൽ കൊണ്ടേ ആ കോഴിക്കള് നല്ല ഭാഗമുണ്ട്. ചിലപ്പോ എടുക്കാൻ പറ്റണ്ടാവാം. എന്തോ നമ്മളിപ്പോ എടുത്ത വയറേക്കാരം ഇപ്പൊ കുറിച്ച് ലാസ്റ്റ് മെസ്സേജല്ലേ? പിന്നെ എവിടേക്കും പോകാൻ പറ്റൂല.
നമ്മളെ ചോറ് തിളച്ചുകൊണ്ട് നിൽക്കണം കുട്ടികളെ. തിളക്കട്ടെ. അരി ആകെ നശിച്ച് അത് നോക്കണ്ട. ഇനിയിപ്പോ തൽക്കാലം വേറെ അരി വാങ്ങണില്ല കേട്ടോ. ഇപ്പൊ ഏതായാലും നാളെ അതുണ്ടാവും. നാളെ മറ്റന്നാളൊക്കെ നാളെ വീടെത്തൂലേ. നാളെ രാത്രിയോട് കൂടിയൊക്കെ വീടെത്തും. അത് പിന്നെ ഇനിയിപ്പോ ഇങ്ങനെ പോട്ടെ അല്ലേ. ഇങ്ങനെ പോട്ടെ. ഞങ്ങളെ പോയിക്കൊണ്ടിരിക്കുന്ന ഹൈവേ ആണത്. അപ്പൊ അവിടുന്ന് ഈ റോഡിൽ കയറിയുണ്ട്. ഒരു ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളം നമ്മള് ഇവിടുന്ന് പോന്നു കൂട്ടോ. ബുക്ക് ചെയ്തോടുന്ന്. പിന്നെ നമ്മൾ പോകാനുള്ള കാരണം എന്താ വെച്ചാല് അവിടെ ചെക്ക് ഡാം ഉണ്ട്. അപ്പൊ അതിൽ കുളിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് കുളിക്കാന്ന് കരുതിയിട്ടാണ്. കാരണം ഇന്നലെയൊക്കെ കിടന്നത് പമ്പിലല്ലേ. ഈ പമ്പിൽ കിടക്കുമ്പോൾ ധാബയിൽ കിടക്കുന്ന മാതിരി കുളിക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത് ഒരു ഇവിടുത്തെ ഒരു നാട്ടുപുറമാണ്. കർഷകരുടെ ഒരു നാട് തന്നെയാണല്ലേ. അതെ. അംഗനവാടി സ്കൂളാണ്. ഇത് സ്കൂൾ അംഗനവാടിയാണ് തോന്നുന്നത്. എന്നാലും ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല. അംഗനവാടി സ്കൂൾ എന്തോന്നായിരുന്നു. പിന്നെ ഇത്തരത്തിലാണ് ഇവിടുത്തെ വെള്ളം അല്ലേ, കുടിവെള്ളം ഇവർക്ക് സപ്ലൈ ചെയ്യണത് ഇത്തരത്തിലാണ്. പിന്നെ അങ്ങനെ ഈ ഒരു വീടുകൾ ഇവിടെ കുറച്ച് വീടുകൾ ഉണ്ടായിരുന്നു. അതിങ്ങനെ അവസാനിക്കുവാണ്. ഈ റോഡ് അങ്ങനെ പോകുന്നുണ്ട്. വലിയൊരു എന്താ പറയുക സെറ്റപ്പ് റോഡൊന്നുമല്ല. സാധാരണ നമ്മളെ നാട്ടിൽ കൂടെ ഉള്ള പോലെ പോക്കറ്റ് റോഡ്. ഇതിൽ നമുക്ക് ഒരു 1.5 കിലോമീറ്റർ പോയിട്ട് ഇനി തിരിഞ്ഞ് മറിഞ്ഞ് പോകാണ്ട് 13 കിലോമീറ്റർ ഒക്കെ ഉണ്ടാ ചെക്ക് ഡാം കേട്ടോ. 13 കുറച്ച് ദൂരം പോവാണ്ട്. ഞാനിങ്ങനെ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടാണ് ഒന്ന് കുളിക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് പറ്റുന്ന സ്ഥലമാണെങ്കിൽ നമ്മളിനി ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി അങ്ങോട്ട് മൈസൂർ എത്താനായ നേരത്തെ കിട്ടൂല കുളിക്കാനുള്ള സ്ഥലമൊന്നും. അവിടെ കിട്ടാൻ പാടാകാരം. അപ്പോൾ ഒന്ന് കുളിച്ചിട്ട് പോവുകയാണെങ്കിൽ സുഖമാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു ഗ്രാമത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകണറില്ല. മഴയാണെങ്കിൽ ഇവിടെ മഴ പെയ്യോ, കാറ്റൊക്കെ അടിച്ചിട്ടില്ലേ. കാറ്റടിക്കുന്നുണ്ട്. നല്ല കാറ്റാ. നല്ല കാറ്റടിക്കുന്നുണ്ട്. പിന്നെ റോഡ് അത്ര പോരെ. റോഡ് അത്ര അങ്ങോട്ട് മെച്ചല്ല. നമ്മൾ സ്പീഡിൽ പോകാൻ വേണ്ടി പറ്റില്ല. പിള്ളേരും പകുതി സ്പീഡിൽ പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് 30 പകുതി എന്നൊക്കെ പറയുമ്പോൾ എത്ര എന്നുള്ളത്. ഇപ്പൊ കുറേയൊക്കെ ക്ലിയർ ആയിട്ടോ. പിന്നെ കൃഷി തന്നെയാണ് ഇവരുടെയൊക്കെ പ്രധാന വരുമാനം. വീടൊക്കെ ഓറഞ്ച് മഞ്ഞല്ല. കർണാടക ഗ്രാമീണ ഭംഗിയാണ്. ഇതൊരു പച്ച വീട്. പച്ച കർണാടക ഗ്രാമീണ ഭംഗിയാണ്. ഈ ഗ്രാമത്തിലൊക്കെ വീടൊക്കെ വളരെ ശോചനീയമാണ്. ഇതിലൂടെയൊക്കെ പോയിട്ട് വേണം നമ്മൾക്ക്. ഇവിടെ റോഡ് നല്ല റോഡാട്ടോ. നമ്മൾക്ക് ആ പറഞ്ഞ ചെക്ക് ഡാമിലേക്ക് എത്താനായി. അവിടെ പിന്നുണ്ടേ 3 കിലോമീറ്റർ 3.5 കിലോമീറ്റർ ഉണ്ട്. അവിടെ ചെന്നിട്ട് പറ്റില്ലാവോ പറയാൻ പറ്റില്ല. വെള്ളമില്ലെങ്കിലാ രസം. വെള്ളമല്ല കലക്കാണെങ്കിലും കഴിഞ്ഞു. കലക്കാണെങ്കിലും പണിയാവും. എന്താ പോയൊക്കെ മെച്ചണ്ടെങ്കിൽ എടുക്കാം. മെച്ചണ്ടെങ്കിൽ കുളിച്ചാ, ഇല്ലെങ്കിൽ കുളിക്കാതെ പോകേണ്ടി വരും. ഒരു കാളവണ്ടി വരുന്നുണ്ട്. കാളവണ്ടി സൈഡ് കൊടുക്കുക. സൈഡ് ഇവിടെ ഈ പുഴയുണ്ട്. അവിടെ ചിലപ്പോൾ ഈ പുഴയിൽ വെള്ളമുണ്ടോ? ഇവിടെ തന്നെ കുളിച്ചിട്ടൊക്കെ പോയത്. ഇതൊക്കെ വെള്ളം കമ്മിയാണ്. നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ. നമ്മൾ പോകുന്നേ അങ്ങോട്ടല്ല, നമ്മൾ ചെക്ക് ഡാമൊക്കെയാണ്. ഇതല്ല, കുറച്ചുകൂടി ദൂരമുണ്ട്. ഇനി 2-2.5 കിലോമീറ്റർ പോവാണ്ട്. വെള്ളം തന്നെയല്ല, വെള്ളം കമ്മിയാണ്. അവിടെ ഉണ്ടാവൂലേ. ഇവിടെ തന്നെ അത് വെള്ളക്കെട്ട അത് വെള്ളം കെട്ടി നിർത്തിയ തരല്ലേ. അവിടെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. പോയി നോക്കുക. അത് തന്നെ ആവും അത്. അയ്യോ, ഇതെന്താണ് എള്ളുപാടം. എള്ളുപാടം. എള്ളാണ് ഈ കാണുന്ന ഫുള്ള് എള്ള. എത്ര സ്ഥലം നോക്കി ഈ കരിമ്പും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ തെങ്ങുണ്ട്. അതിലൊക്കെ തെങ്ങാണ്. നമ്മളുടെ നാടന്നെ അല്ലേ. പറയുമ്പോ കർണാടകത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ നാടിന് സാമ്യമില്ല. നമ്മുടെ നാടിന് നല്ല സാമ്യമുള്ള സ്ഥലമാണ്. ഇനി ഈ റോഡിൽ കുറച്ചും കൂടി പോകണം. നമ്മളാ കണ്ട പുഴ തന്നെയാണ് കേട്ടോ. പക്ഷേ വെള്ളം ഇല്ലാന്നാണെങ്കിൽ കണക്കി തോന്നില്ല. തിരിച്ചു പോകാൻ. പിന്നെ ഇവിടെ മഴ വരുന്നുണ്ട് അല്ലേ. സാധ്യതയാണ്. മഴക്കുള്ള സാധ്യതയാണ്. ഈ റോഡാണല്ലോ നമുക്ക് മനസ്സിലായി. ഏതോ തരാന്നല്ല പോയി ഏതായാലും മുഴുവനാക്കാം. ഇത് 1 കിലോമീറ്റർ 1.5
പോലത്തെ റോഡാണ്, സോണിങ് മാത്രം ഇട്ടിട്ടുള്ളൂ. ഈ സൈഡ് ഫുള്ള് കാര്യം ഇപ്പോഴത്തെ കഴിഞ്ഞ് ഇപ്പുറത്തെ കരിമ്പ് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. പക്ഷെ റോഡ് പോരാ, 1 കിലോമീറ്റർ റോഡ് ഇങ്ങനെ പോണല്ലോ എന്ന് ആലോചിച്ചിട്ടാ. ഇജ്ജ് കുളിച്ചോ? ഞാൻ ഇവിടെ നോക്കിക്കോ. ഞാൻ ഇജ്ജ് വന്നിട്ടാണ് എനിക്ക് പോകാനേ. ഞങ്ങളെ സ്പോട്ടിലേക്ക് എത്തിയിരിക്കുവാണ്. ഇത് ഒരു ഗ്രാമമാണ്, അത് ഗ്രാമമായിരുന്നു. ഇതിങ്ങനെ ഉള്ളിക്ക് ഇങ്ങനെ പോന്നേക്കുവാണ്. പക്ഷെ ഇതാണ് നമ്മളുടെ ചെക്ക് ഡാം എന്ന് പറയുന്നത്. തുള്ളി വെള്ളമല്ല, എല്ലാ പ്രതീക്ഷയും തകർത്തു. ഇതാണ് ഇപ്പൊ ഡാം. ഇവിടെയാണ് വെള്ളം നിക്കണ സ്ഥലേ. എന്താ കാട്ടുക, വെള്ളമല്ലടാ, വെള്ളമല്ല. ചോറിന്നിട്ട് പോവാൻ ഇവിടെ നല്ല സുന്ദരമായിട്ട് ചോറിനാൻ പറ്റും. അപ്പൊ കുളി ക്യാൻസലേ. നമ്മളൊന്ന് കുളിക്കണം കരുതിയപ്പോ അപ്പൊ വെള്ളമല്ല. ഏതായാലും ഇനിയിപ്പോൾ ഇതിലെങ്ങനെ കുറച്ചേരം നടന്നിട്ട് ഇവിടെ കുറേ ആളുകൾ ആടിനെ നോക്കുന്നു, പൈക്കളം നോക്കുന്നു അല്ലേ. അത്തരം കാഴ്ചകളൊക്കെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഇതിൽ മഴ പെയ്താൽ നല്ലോണം വെള്ളം ഉണ്ടാവും എന്നൊക്കെ തോന്നുന്നു. ആ ഇവിടെ ഈ സൈഡിലാണ് വെള്ളം നിൽക്കല്. സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവിധ സംഭവം. ആടാ, അതായത് അവിടെ അല്ലേ വെള്ളം നിൽക്കുക, അവിടെ നിന്നിട്ട് വെള്ളം മറിയും. അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ വെള്ളം സ്റ്റെപ്പും കൂടൊക്കെ വീണിട്ടില്ല. നല്ല രസമായിരിക്കും കാണാം. പക്ഷെ എന്ത് ചെയ്യണ്, ഈ നദി വറ്റി വരണ്ട് കിടക്കുവാണ്. അടുത്ത കാലത്ത് എന്തെങ്കിലും വെള്ളം കൂടിയായിരിക്കും തോന്നില്ല അല്ലേ. നല്ല കാറ്റടിക്കുന്നുണ്ട്. പക്ഷെ ഇതിലൊക്കെ തന്നെ വെള്ളം അങ്ങനെ മറഞ്ഞ് ചാടുവാണെങ്കിൽ ഉണ്ടല്ലോ, എത്രാനും വെള്ളം ഉണ്ടാവും ആ സൈഡിൽ ചാടി കുളിക്കാനും. അതുപോലെ തന്നെ ഇവിടെ ഇരുന്നാണ്ടൊക്കെ ശരിക്കും കുളിക്കാൻ വേണ്ടി പറ്റും. ഇതൊരു പാകമുള്ള വെള്ളമാണത്, ഈ പാറക്കെട്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന വെള്ളം, വേറെ വെള്ളമല്ല ഗൈസ്. ഞങ്ങളിനി വണ്ടിൻ്റെ അടുത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ. ഇനി പൈര കയറി പോകുന്നതാണ്. ഇതിലിങ്ങനെ ചാടി മറിഞ്ഞ് പോവാ. ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇപ്പോൾ ഒരു ലാസ്റ്റ് ഗ്രാമമാണല്ലേ, ലാസ്റ്റ് ഗ്രാമം. പമ്പ് കൊണ്ടാണ് മൂപ്പര് ഇപ്പോഴും അടിക്കണം അല്ലേ. പറ്റ പയ നമ്മളവിടെയൊക്കെ എത്ര മോഡൽ മാറിപ്പോ. ഇപ്പോൾ കുറേ നമ്മളവിടെ മാറ്റങ്ങൾ ഓരോ ദിവസം വരുന്നുണ്ട്. ഇവിടെ ഇപ്പോഴും അത് ഉപയോഗിക്കണം. ഇവിടെ മാത്രമല്ല, ഒരുപാട് സ്ഥലത്ത് കണ്ടതാണ്. എന്നോട് ഞാൻ പറഞ്ഞാണ് കുളിപ്പിച്ചു തന്നെ. എന്നാ സോപ്പും പാട്ടൊക്കെ എടുത്തോ. സംഭവം കഴിച്ച് നമ്മൾക്ക് കുളിക്കാനേ നല്ലൊരു കനാല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ഇറങ്ങിയിട്ട് നിന്ന് കുളിക്കാം. നല്ല സുന്ദരമായിട്ട് കുളിക്കാം. നല്ല തെളിഞ്ഞ വെള്ളമാണ്, തെളിനീരാണ്. എന്താ സൂപ്പർ വെള്ളമാണ്. ഇപ്പോൾ വെള്ളം കൂടിയൊക്കെ പോകുന്നു എനിക്ക് കണ്ടിട്ട്. ഇവിടുത്തെ ആളുകളൊക്കെ ഇവിടെ നിന്ന് തന്നെ കുളിക്കൽ പോകുന്നു. കാരണം അതൊക്കെ കല്ലൊക്കെ എന്താ ഒരു ഫിനിഷിങ്. ഇവിടെ തിരുമ്പൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ മോനെ, ഞാനേ വണ്ടി ഒന്ന് തുടക്കണം. ഞാൻ ഒന്ന് തുടക്കട്ടെ കേട്ടോ. വണ്ടി തുടക്കാനൊക്കെ ഒരു തുണി കൊണ്ടുവന്നിരുന്നു, പക്ഷെ അതൊക്കെ പോയിണ് അല്ലേ. ഒക്കെ ഒരു വൈക്ക് ഇങ്ങനെ പോയി. ഓഹോ, വള്ളപ്പെരും തണുപ്പാട്ടോ. അതെ, ഇങ്ങോട്ട് കയ്യോ നോക്കിയോട്ടെ പോക്കറ്റേക്ക്. എൻ്റെ പൊന്നാളിയാ, ഇതെന്താ ഐസ് വെള്ളോ? വെള്ളമാണ്. ഇവിടെ തണുത്ത കാറ്റും മഴക്കുള്ള സാധ്യതയൊക്കെ. എത്ര ദിവസമായി എൻ്റെ വണ്ടീനെ ഞാൻ കുളിപ്പിച്ചിട്ട്. ഞങ്ങളിങ്ങനെ കുളിക്കുന്നുണ്ട് എന്നല്ലാതെ വണ്ടീനെ കുളിപ്പിക്കാറില്ല. വണ്ടി നാട്ടിലെത്താൻ നേരത്താണ് കുളിപ്പിക്കുന്നത്. ഞാൻ ശരിക്കും വീടെത്തിയിട്ട് കുളിപ്പിച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിൽ ചെയ്യുന്നു. പക്ഷെ ഇത്രയും സൗകര്യമുള്ള സ്ഥലം കണ്ടപ്പോഴേ, അത് തെളിഞ്ഞ വെള്ളം, തെളിനീരാണ്. എന്താ എന്തോ ഒഴിക്കലേ, നല്ല ഒഴിക്കുന്നുണ്ട്. ഒരു മീഡിയം കൈകളേ, അത് മതിയല്ലോ. കൂട്ടാന്നിപ്പോ ടൈമും ഇല്ല. ഇവിടുന്ന് പുറത്തേക്ക് കടണ്ടേ, എന്നാലും കഴിയണ മാതിരിയൊക്കെ. മുഖത്തേക്ക് തന്നെ വെള്ളം തട്ടി എന്താ സുഖം. മൊത്തം ഒന്ന് കഴിക്കട്ടെടാ വണ്ടി. ഇവൻ്റെ മേത്തുള്ള ചളി ഒരു പൊടിയെ കുറച്ചൊന്ന് തുടച്ചെടുത്തേക്കുവാണ്. സീരിയസ് ആയിട്ടുള്ള കൈകൾ കഴുകിയിട്ടില്ല.
എന്തായാലും നല്ല കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓക്കെയാണ്, ഉഷാറാക്കി തുടച്ചെടുത്തേക്കണം. ഇനി ബാക്കിയൊക്കെ നാട്ടിലെത്തിയിട്ട് വീട്ടിലെത്തിയിട്ട് എന്നെ ഐസ നല്ല തണുത്ത വെള്ളമായിക്കാരല്ലേ. ഞാൻ തന്നെ ഇനി കുളിച്ചിട്ട് വരാം. ഞങ്ങൾ കുളിക്കട്ടെ. കുളിക്കാന്ന് പറഞ്ഞാൽ കുളിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ കുളിക്കാനുള്ള വെള്ളം പോകുന്ന വഴിക്ക് മറ്റൊരു റൂട്ടിലൂടെ നമ്മൾ പോകണം, നമ്മൾ വന്ന റൂട്ടിലൂടെ അല്ല. ഇതിങ്ങനെ കൃഷിയിടങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു കനാലാ തോന്നുന്നു. ഇവിടെ വലിയൊരു ആലുണ്ട്. ഇതിങ്ങനെ ഒരു ഗ്രാമമാണ്, ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മൾ പോന്നിരുന്ന ഗ്രാമമാണ്. നമ്മൾ ഇനി ഈ വഴിയിലൂടെ പോകുന്നത്. നമുക്ക് 2-2.5 കിലോമീറ്റർ കൂടി ഓടിക്കഴിഞ്ഞാൽ ഹൈവേയിലേക്ക് എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മധുർ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്കാണ് നമുക്ക് എത്തേണ്ടത്. അവിടെ നിന്ന് പിന്നെ എന്താണ് മാണ്ഡ്യ വഴിയാണ് നമ്മുടെ യാത്ര. തിരുമ്പണമൊക്കെ ഉണ്ടോ ഓർത്തുണ്ടല്ലേ? ഹായ്, കുളി കഴിഞ്ഞപ്പോൾ സംഭവം ചൊറുക്കായിട്ടോ. മുഖമൊക്കെ ഒന്നേ ആ ചെളിയൊക്കെ ഒന്ന് കളഞ്ഞപ്പോൾ ഉഷാറായി. ഇപ്പൊ തണുപ്പില്ല. മറ്റേ തണുപ്പോണ്ട് തണുപ്പാണ്. ഞാൻ ഒരു ഗ്ലാസ് ഇളം കട്ടൻ ചായം കുടിച്ചിട്ട് ഒറ്റ പോക്ക്. ഞങ്ങളെന്ന് ഇവിടെ നിന്ന് ഇറങ്ങട്ടെ കേട്ടോ. കുളിച്ചപ്പോൾ എന്താ സുഖം ഗൈസ്. അത് പ്രത്യേകിച്ച് ഈ ഒരു വെള്ളം, ഈ ഒരു വെള്ളത്തിൻ്റെ തണുപ്പ് എന്താ അറിയോ, കൊട്ടൂര തണുപ്പ്. പിന്നെ നമ്മളൊരിക്കലും എന്താ പറയുക, ഇതുവഴി ഇങ്ങനെ യാത്ര ഞങ്ങൾ നടത്തിയില്ലേ, നമ്മളൊരിക്കലും കാണൂല ഈ ചെറിയ കനാല്. തേടി വന്നപ്പോ കിട്ടി. അതെ, നമ്മളൊരിക്കലും ഇതുവഴി യാത്ര ചെയ്തില്ലേ ഇത് കാണൂലല്ലോ. ഇതൊക്കെ തന്നെ യാത്രയിൽ കിട്ടുന്ന അനുഭവങ്ങൾ. ഇതൊന്നും മറക്കൂല ഒരിക്കലും. അല്ലടാ ഈ കുളിയൊന്നും. ഈ കുളി കരിമ്പ് ഫുള്ള് കരിമ്പ. ഷുഗർ ഫാക്ടറിയാണ്, ഷുഗർ ഉണ്ടാക്കാനാണ്. ഉണ്ടാക്കട്ടെ, നാട് കത്തട്ടെ. അത് ഞങ്ങൾ ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. ഇതാ പോണ എക്സ്പ്രസ് എടാ, അതിനകത്ത് കയറാൻ പറ്റൂല, ഗ്രില്ലൊക്കെ അടച്ചേക്കാണ്. അപ്പൊ അതിന് നമ്മളെ വണ്ടി കടത്തൂല, നമ്മളെന്തിനാ കടത്തുക? നമുക്ക് മതിയല്ലോ. അടിപൊളിയാ. അടിപൊളിയാ. ഏതായാലും ഞങ്ങൾ അങ്ങനെ പോകണമെങ്കിൽ മൈസൂരിലേക്ക് ഒരു 10-50 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. മാണ്ഡ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താറായിട്ടുണ്ട് അല്ലേ? മാണ്ഡ്യ വേണ്ടാത്ത മാണ്ഡ്യയിൽ കേട്ട് നമ്മൾ കടന്നുറങ്ങി ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഡേ അന്ന് വിജയവാഡയ്ക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഉറക്കം മാണ്ഡ്യയിലാണ്. ഈ പില്ലറുണ്ടത് ഇതുമ്മലാണ് ഈ ഒരു 6 വരി പാത. അതായത് ഒരു സൈഡിൽ 3 വരി, മറ്റു സൈഡിൽ 3 വരി, അങ്ങനെ 6 വരി ഉമ്മലാണ് ആ ഒരു ഫില്ലർമല വെക്കണത്. എന്താല്ലേ, ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞത് അത്രയും വീതിയിലാണ് പോകുന്നുണ്ട് നമുക്ക് തോന്നുന്നില്ല. അത്ര വീതി ഉണ്ടല്ലേ, നല്ല രീതിയിലത്. സംഭവം ശരിയാണ്. പക്ഷെ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോ എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, കുറച്ച് തന്നുള്ളൂ. ഇത് ചെറുതാണല്ലോ തോന്നുന്നത്. പക്ഷെ ശരിക്കും അതിലെ 3 വരി പാത അതിന് മേലെ കൂടെ പോകുന്നുണ്ട്. ഒരു സൈഡിൽ 3, മറ്റേ സൈഡിൽ 3. കണ്ടാ പറയില്ല. അതാണ് ഇവിടെയാണ് വില്ലേജ് കാറുകളൊക്കെ അല്ലേ, പഴയ മോഡല്. പഴയ മോഡൽ വണ്ടികളൊക്കെ കാണണമെങ്കിൽ ഇങ്ങോട്ട് പോകുന്നുണ്ട്. അതെങ്ങോട്ട് പോരാ? മൈസൂരിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ. നമ്മള് പക്ഷെ അവിടെ കയറുന്നില്ല. ഞങ്ങളങ്ങനെ മൈസൂരിൽ 12 കിലോമീറ്റർ ആണ്. 12 കിലോമീറ്റർ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. കാരണം 5 മണി ആയിട്ടുള്ളൂ. മൈസൂർ കഴിഞ്ഞ് പോകണം. സമയമുണ്ട്. മൈസൂർ കഴിഞ്ഞ് പോയാലേ നാടെത്തുള്ളൂ. അല്ലെങ്കിൽ നാളെ നട്ടപ്പാതിരാവും നാടെത്താം. അപ്പൊ വെളിച്ചത്ത് പോകണം. ഈ ഒരു നേരത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ആ മലന്റെ അപ്പുറത്ത് മൈസൂരാണ്. അവിടെ മൈസൂരിന്റെ ഔട്ടർ സർക്കിളിലൂടെ പോയിക്കൊണ്ടിരിക്കണേ. നമ്മൾ തിരിയാനായി. അതായത് ഊട്ടി റോഡ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെയാണ് നമുക്ക് മുതുമല ടൈഗർ റിസർവിലൂടെ കൂടല്ലൂർ വഴി നിലമ്പൂരും കാലിക്കറ്റും അതുപോലെ ഇതുവഴി ബന്ദിപ്പൂർ വഴി നമുക്ക് സുൽത്താൻ ബത്തേരി ഒക്കെ ആ റൂട്ടാണ്. നമ്മളതുവഴി തിരിയും. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ തിരിയും നമ്മളുടെ റൂട്ടിലേക്ക്. ഇവിടെയൊക്കെ
മഴക്ക് സാധ്യത ഉണ്ടല്ലോടാ, ഇരുണ്ട് മൂടിക്കണല്ലോ ഫുള്ളായിട്ട്. മൈസൂർ മഴ തന്നെയാണ് കേട്ടോ അല്ലേ? ഇവിടെ മഴ പെയ്യുന്നുണ്ട്, ഇപ്പൊ പെയ്യുന്നില്ല, ഇപ്പൊ ഒരു മൂട് കെട്ടലാണ്. പെയ്തിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങളൊരു അധീനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ? അതിനകത്ത് എത്തി. അധീനം എന്ന് പറഞ്ഞാലേ ഇത് ഞങ്ങൾ കഴിഞ്ഞ ട്രിപ്പിന് കണ്ടുപിടിച്ച സ്ഥലമാണ് ഈ ഒരു പമ്പ്. ഇതിന്റെ ഓണർ അടിപൊളിയാണ്, അദ്ദേഹം കണ്ടിട്ടില്ല, ഇപ്രാവശ്യം മൂപ്പരെ കണ്ടിട്ടില്ല കേട്ടോ. ഇതൊരു HP പമ്പാണ്. ഇപ്രാവശ്യം മൂപ്പരെ കണ്ടിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം മൂപ്പറാണ് നമുക്ക് പെർമിഷൻ തന്നിരുന്നത്, ഇപ്രാവശ്യം ഇവിടുത്തെ സ്റ്റാഫുകൾ തന്നെ തന്നെ. ഇതാണ് അന്നും ഞങ്ങൾ നിർത്തിയിരുന്ന സ്ഥലം. ഇവിടെ ഇങ്ങനെ റൂമുണ്ട് വരെ ആ റൂം. ഇത് ഇവിടുത്തെ സ്റ്റാഫുകൾക്കുള്ള ചെറിയ റൂമാണ്, അധികാരം നിൽക്കലൊന്നുമില്ല അവിടെ. സമയമില്ലാതെ ഇവിടെ ടൈം വണ്ടികൾ വന്ന് പോകുന്നൊരു പമ്പാണത്. എന്താ പറയുക, വലിയ വലിയ വാഹനങ്ങൾ, ലോറികൾ, അത്തരം വാഹനങ്ങൾ ധാരാളമായിട്ട് കയറുന്ന റോഡാണ്. അപ്പം ഇന്ന് നമ്മളുടെ അവസാന ബെഡിടൽ ദിവസമാണ് ഈ ട്രിപ്പിൽ അല്ലേ, നമ്മുടെ വണ്ടിയിൽ. അപ്പോൾ അതെല്ലാവർക്കും ഇന്ന് കാണാം. ഏതായാലും കുറച്ച് സമയം കഴിയട്ടെ. അപ്പോൾ അവിടെ സമയം എന്ന് പറയുന്നത് 6:45 കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്, 6:30 എത്തിയിട്ടുണ്ട് അല്ലേ? 6:30 എത്തിയിട്ടുണ്ട്. ഏതായാലും കുറച്ച് കഴിയട്ടെ. എന്നാൽ പിന്നെ വണ്ടിയിലെ അവസാന കിടത്തത്തിലേക്ക് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ബെഡ് ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലടാ? ബെഡ് ഇടാം. ബെഡ് ഇട്ടാൽ കിടന്നുറങ്ങാം. കിടന്നുറങ്ങാനുള്ള സമയമായി. ഇനി എന്താ വെച്ചാൽ ഇതൊക്കെ ഇപ്പോൾ നമ്മളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് ഇത് കാണിച്ചു തരേണ്ട ആവശ്യമില്ല. പക്ഷേങ്കിൽ ഇന്ന് നമ്മളുടെ ഇപ്പോഴാ ഇത് വെക്കട്ടല്ലേ, ഇത് ഇവിടെയാണല്ലോ. പക്ഷേങ്കിൽ ഇന്ന് നമ്മളുടെ എന്താ പറയുക, ഈ യാത്രയിലെ അവസാന കിടത്തോണ വണ്ടിയിൽ അവസാനത്തെ ബെഡ് വിരിക്കലാണ്. ഇനിയിപ്പോൾ ഈ ഒരു കാഴ്ച എന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി സാധിക്കാന്ന് അറിയില്ലല്ലോ. അടുത്ത യാത്ര ആരംഭിച്ചിട്ടല്ലേ നമ്മൾക്ക് ഇത്തരത്തിലൊരു കാഴ്ച വീണ്ടും ഒരു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അത് എന്താ പറയുക, യാത്രകൾ തുടങ്ങുന്നത് പോലെയല്ല, യാത്ര അവസാനിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ്. ഇന്നിപ്പോ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ടാ. ആ മണാലിയൊക്കെ എടുക്കാൻ നല്ല പോയിരുന്നു, അതൊക്കെ എടുത്തെങ്കിൽ പോലും അറിയുമ്പോ വേറൊരു കഴിവാണ്. യാത്ര നിർത്താൻ നല്ല സുഖമാണ്, ഏത് യാത്ര അവസാനിപ്പിക്കാൻ വളരെ സുഖമാണ്. പക്ഷെ അടുത്തൊരു യാത്ര സ്റ്റാർട്ടാക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര സംഭവമല്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്നെ അല്ലടാ, ഇനിയിപ്പോൾ അടുത്ത യാത്ര ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് വണ്ടിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണം. വണ്ടിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ എൻജിൻ കണ്ടീഷനും കാര്യമൊക്കെ നോക്കണം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ വണ്ടിയായിട്ട് പോകുന്നതെങ്കിൽ പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒന്ന് സെക്യൂർഡ് ആക്കണം വണ്ടി. അതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് എന്താ പറയുക, ഇപ്പോൾ ഈ അരി മാസമായില്ലേ, അതേപോലെ സാധനങ്ങൾ കേട് വരാതെക്കാൻ വേണ്ടിയിട്ട് പെട്ടിയോ അതുപോലുള്ള ബോക്സുകൾ അടിക്കാൻ പറ്റണം. മേലെ കേരിയർ വെക്കണം. ലൈറ്റുകൾ കുറച്ചുകൂടി ഫിറ്റ് ചെയ്യണം. ഫ്രണ്ടിൽ നമ്മളെ വൈപ്പർ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് പണികളുണ്ട്. കുറച്ചുണ്ട് പണി. അതായത് നമ്മൾക്ക് വണ്ടിൻ്റെ പണി എടുക്കാൻ മാത്രം ഈ വണ്ടിയായിട്ട് തന്നെയാണ് ഇനി നമ്മുടെ അടുത്ത യാത്രയെങ്കിൽ എനിക്ക് ഓട്ടോറിക്ഷയിൽ തന്നെ പോകണം തന്നെയാണ് ആഗ്രഹം. പക്ഷേങ്കിൽ അടുത്ത യാത്ര എന്ന് അതന്നെ കുറച്ച് ടാസ്ക് ഏരിയയൊക്കെ ഞങ്ങൾ പിടിക്കണം കരുതുന്നുണ്ട്. ഇപ്പം ഞാൻ പറയുന്നില്ല, ഞാൻ പറയാം. അങ്ങനെ ആവുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഭാഗത്തേക്കൊക്കെ നമ്മുടെ വണ്ടി കൊണ്ടുപോകാൻ, ഓട്ടോറിക്ഷ അല്ലേ, കൊണ്ടുപോകാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ നമ്മൾ വണ്ടി മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്നറിയില്ല, എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നറിയില്ല. പരമാവധി പറ്റുന്ന രീതിയിൽ നമുക്ക് നോക്കാം അല്ലടാ. എല്ലാം നാട്ടിലെത്തിയാലേ പിന്നെ എല്ലാത്തിനും തീരുമാനമാവുള്ളൂ. എങ്ങനെയാണ് കാര്യങ്ങൾ, എങ്ങനെയാണ് അവസ്ഥ ഒക്കെ അറിയണ്ടാണ്ടേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യാത്രകൾ അവസാനിപ്പിക്കാൻ വളരെ സുഖമാണ്, നിർത്തിയിട്ട് പോന്നാൽ മതി. ഇനി അടുത്ത യാത്ര സ്റ്റാർട്ടാക്കണമെങ്കിൽ നെട്ടോട്ടോടണം. അത് കുറച്ച് ലോങ് പോവും അടുത്ത യാത്ര. ലോങ് പോവാൻ പാടില്ല.
അതല്ല പറഞ്ഞേ, അധികം വഴുകാൻ പാടില്ലല്ലോ നമുക്ക്. നമുക്ക് അധികം ദിവസം വഴുകാൻ മാസങ്ങളോളം പിടിക്കാൻ പറ്റില്ല. അതിന്റെ മുമ്പായിട്ട് നമുക്ക് അടുത്ത യാത്ര സ്റ്റാർട്ടാക്കണം. അടുത്ത യാത്ര എത്തരത്തിൽ ഏതൊക്കെ നല്ല എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടാക്കിയിട്ട് പോകണം തന്നെയാണ് കരുതുന്നത്. എന്താ വെച്ചാൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഒരു ഒറ്റ കമൻറ്റ് നിങ്ങളെല്ലാവരും ചെയ്യുക. ഇതിപ്പോൾ ഈ ലാസ്റ്റ് വരെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു കാര്യം അറിയാം. അപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ, നമ്മളുടെ വണ്ടി നിങ്ങൾ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്താറുണ്ട്. നമ്മളുടെ വണ്ടി എത്തരത്തിലേക്കൊക്കെ മാറ്റണം, അല്ലെങ്കിൽ ഇനി അടുത്ത ട്രിപ്പ് നിങ്ങൾ മറ്റൊരു വണ്ടിയിൽ പോകും, അങ്ങനെ നിങ്ങളുടെ ആ ഒരു അഭിപ്രായം ഉണ്ടല്ലോ. ഇനി ഞങ്ങൾ ഈ വണ്ടിയിൽ തന്നെ പോവുകയാണെങ്കിൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം, നിങ്ങളുടെ ഐഡിയ ഞങ്ങളുടെ. അപ്പോൾ നമ്മൾ പല ആളുകളുടെ ഐഡിയ ആകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങൾ കുറേയൊക്കെ ഇതേപോലെ കുറെ മാറ്റങ്ങൾ നമ്മൾ യാത്രയിൽ കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾക്കത് കമന്റിന് നല്ല പവറാണ് ഗൈസ്. നിസ്സാര സംഭവം. നിങ്ങളുടെ അഭിപ്രായത്തിന് ഭയങ്കര പവർ തന്നെയാണ്. കാരണം നമ്മൾ കമന്റ് വായിക്കുമ്പോൾ തന്നെ അത് ഉൾക്കൊണ്ടാണ്ട് നമ്മൾ വായിക്കുക. നിസ്സാര സംഭവമല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയാം, ഇനി ഈ വണ്ടിയായിട്ട് പോവുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവരേണ്ട സംഭവങ്ങൾ. നിങ്ങൾക്ക് ഓരോ ഐഡിയകൾ ഉണ്ടാവുമല്ലോ, അത് പറയാം. അതുപോലെ തന്നെ ഇനി ഈ വണ്ടിയല്ല, ഞാൻ മറ്റൊരു വണ്ടി എടുക്കുകയാണെന്ന് കൂട്ടുകോളൂ, അതിനി ഏത് വണ്ടി എടുക്കണം എന്നുള്ളൊരു അഭിപ്രായം കൂടി നിങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ നിങ്ങളുടെ വ്യക്തമായ അഭിപ്രായം നിങ്ങൾ പറയും എന്ന് ഞാൻ കരുതുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ ബെഡ് ഇടലും ഇവിടെ പൂർണ്ണമായിട്ടുണ്ട്. പുതപ്പൊക്കെ നിർബന്ധമാണ്. നിർബന്ധം എന്ന് പറഞ്ഞാൽ നിർബന്ധം. കാരണം തണുപ്പ് എന്ന് പറഞ്ഞാൽ അതിശൈത്യമായ തണുപ്പ്, അതിശക്തമായ തണുപ്പ്, ശൈത്യകാലം അല്ലേ. പിന്നെന്താ, ഏതായാലും അങ്ങനെ. അപ്പോൾ ഇന്നൊരു ലാസ്റ്റ് നൈറ്റാണ് ഞങ്ങളത്. ഇന്നും കൂടി ഉള്ളു ഞങ്ങൾ ഈ ഇവിടെ പമ്പിൽ. ഇനി അടുത്ത ട്രിപ്പിലൊക്കെ പോയി വരുമ്പോൾ ഇതേപോലത്തെ പമ്പ് ഇവിടെ ലാസ്റ്റൊക്കെ ഇങ്ങനെ തിരിച്ചു വരുമ്പോഴും കയറി വരുമ്പോഴും ഉണ്ടായാൽ മതി. ഞങ്ങൾക്ക് നിൽക്കാമല്ലോ ഇത് സ്കോപ്പ്. നമ്മൾക്ക് ഈ ഒരു ട്രിപ്പ് ഇങ്ങനെ എനിക്കിപ്പോഴും ഞാൻ 2400 കിലോമീറ്റർ അപ്പുറത്ത് ഞാൻ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ പറയും, ഞാൻ ഇത്രയും കിലോമീറ്റർ അപ്പുറത്താണ് അമ്മേ, ഞാൻ വരും. ഇപ്പം അന്ന് ആ സ്ഥാനത്ത് വെറും 100-170 കിലോമീറ്റർ അകലെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇന്ന് ഈ രാത്രി ഇവിടെ അവസാനിച്ച് കഴിഞ്ഞാൽ നാളെ നേരം വെളുത്ത് നാളെ രാത്രി ആകുമ്പോഴേക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ യാത്ര അവസാനിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ട് തന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ചെയ്തു തുടങ്ങും. ഞങ്ങൾ ഒരു 2 ദിവസം റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യും. ചുമച്ചിട്ടാണെങ്കിൽ തണുത്തിട്ടേ ഇവിടെ തണുപ്പാണ് നന്നായിട്ട്. കൊതുകുണ്ട്. അതിൻ്റെ സൈഡ് ഇട്ടാളാ കേട്ടോ, ഒരു സൈഡ് മാത്രം ഇടണ്ട. അത് വല ഇങ്ങനെ നെറ്റിപ്പട്ടം പോലെ ഇങ്ങനെ കെട്ടും ഞങ്ങൾ. കണ്ടാ, 2 തലയും പിടിച്ചിട്ട് അങ്ങനെ കെട്ടിയിട്ട് ഇനി ഉള്ള പരിപാടി നമ്മളുടെ ഈ ഗ്യാപ്പ് ആ ഗ്യാപ്പിലേക്ക്, അതായത് നമ്മുടെ ഇവിടെ സൈഡിലൊരു പലകയാണ് അതിൽ. അപ്പോൾ അവിടേക്ക് അങ്ങനെ ആ മൂല അങ്ങനെ ഇറക്കി കൊടുക്കും. ഇനി അവസാന പരിപാടി ഇൻ്റെതാണ്, വാതിലടക്കുക എന്നുള്ളത്. വാതിൽ എല്ലായിടത്തും ലോക്ക് ചെയ്യണം. പിന്നെ അടുത്ത പരിപാടി നമ്മുടെ വണ്ടിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യാണ്. അത് ഞാൻ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ കയറാറ്. അങ്ങനെ ഈ യാത്രയിൽ അവസാന രാത്രിയിലും വാതിലടച്ച് ഇതിനകത്തേക്ക് കയറുന്നുള്ളതൊക്കെ ടാസ്ക്കാണ്. കയറി നമ്മുടെ ഇവിടെ ഉണ്ട ഈ ലോക്ക് ഇട്ടുകൊടുത്ത്, പിന്നെ ഇവിടുത്തെ ഈ ലോക്ക് അതും ഇട്ടുകൊടുത്ത് കഴിഞ്ഞ് നമ്മുടെ ലോക്കിംഗ് പരിപാടി കഴിഞ്ഞ് മൊത്തത്തിൽ ഇനി ഇങ്ങനെ കിടക്കുക. നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുക സുഖസുന്ദരമായിട്ട്. തലട ഒന്ന് പോയതാണ്. ഇപ്പം ഞാൻ ഞങ്ങളുടെ കണ്ട് മുണ്ടെടുത്തിട്ടാണ് തലയ്ക്ക് വെച്ചത്. പെരുമഴ അല്ലേ? വന്ന് നല്ല മഴ കേട്ടോ. ഏതായാലും ഈ വണ്ടിയിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സുഖം അത് വേറെ തന്നെയാണ്. അത് എടുത്തു പറയാനുള്ള കാരണം അത് അതിൻ്റെ സുഖം കൊണ്ട് തന്നെയാണ്. അല്ലടാ സുഖമാണ് സംഭവം. നമ്മൾ വീട്ടിൽ കിടക്കുന്ന നമുക്ക് ഈ ഒരു ബെഡ് കിടക്കണ്ടല്ലോ, അതൊന്ന് വലുതാക്കണം, ഒന്ന് കനള്ളാക്കണം. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു കിടക്കുമ്പോൾ ഉള്ളത്. ഇല്ലാന്നാണെങ്കിൽ ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ വളരെ സുഖസുന്ദരമായിട്ട് ഞങ്ങൾ കിടന്നതാണ്. നമ്മൾക്ക് എന്താ പറയുക, വണ്ടിയിൽ കിടക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ലായിരുന്നു അല്ലേ? വീട്ടിൽ കിടക്കുന്ന അതേ ഒരു ഫീല്. ആ
ഏതായാലും അങ്ങനെ ഇന്നത്തെ രാത്രി അവസാനിക്കുവാണ് ഗൈസ്. ഇനി ഉണ്ടാവേ ഒക്കെ റെഡിയാവും, ഒക്കെ ശരിയാവട്ടെ അല്ലേ? ഒക്കെ ശരിയാവും. എന്നാൽ പിന്നെ ഗുഡ് നൈറ്റ്. ഈ ഒരു വീഡിയോ ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ബൈ.